ഇവിടെയാണ് നമ്മൾ ഭരണഘടനാ അവകാശമാണ്, ആ വിദ്യാർത്ഥിനിയുടെ ഭരണഘടനാ അവകാശമായിരുന്നു, മൗലികാവകാശമായിരുന്നു, ഭരണഘടന അനുവദിച്ചു നിൽക്കുന്ന അവകാശമായിരുന്നു ഈ പറയുന്ന തലമറക്കൽ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പല ക്യാപ്സ്യൂളുകളും പല ന്യായീകരണങ്ങളും സ്കൂളിനെ അനുകൂലിച്ചുകൊണ്ടും ഈ പറയുന്ന നടപടിയെ അനുകൂലിച്ചുകൊണ്ടും നമ്മൾ കണ്ടു. അത് സ്കൂളിന്റെ യൂണിഫോമിറ്റിയാണ്, സ്കൂളിന്റെ നിർദ്ദേശങ്ങളാണ്, സ്കൂളിന്റെ നിയമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിത് പറ്റില്ലെങ്കിൽ നിങ്ങൾ അതിന് പറ്റുന്ന മറ്റു സ്കൂളിലേക്ക് പോകണം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പല ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളും നമ്മൾ കണ്ടു. ആ ക്യാപ്സ്യൂളുകൾ ഇറക്കിയവരോട് നമുക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ശ്രീഗോകുലം സ്കൂളിൽ നടന്നിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഗോകുലം സ്കൂളിൽ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിച്ചു, യൂണിഫോമാണ്, അതില്ലെങ്കിൽ അകത്ത് കയറരുത്, ക്ലാസ്സിൽ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ വെളിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിൽ ഇന്ന് ഈ നിമിഷം വരെ മലക്ക് പോകുന്ന പല ആളുകളും കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് പഠിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് യൂണിഫോമിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ നിയമം പറഞ്ഞുകൊണ്ട് മാറ്റിമറിക്കാൻ നിങ്ങൾക്കാരാണ് അനുവാദം നൽകിയത്? അത്തരത്തിൽ നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ ഹിജാബ് വിഷയത്തിൽ അത് സ്കൂളിന്റെ നിയമമാണെന്ന് പറഞ്ഞ ആളുകൾ, അത് സ്കൂളിന്റെ ലോ ആൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞ ആളുകൾ, ആ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ നടന്നിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾ ഇതിനെ സ്കൂളിന്റെ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ അംഗീകരിക്കുമോ? അതല്ല കുട്ടിയുടെ മൗലികാവകാശമാണ് വിശ്വാസവും വിദ്യാഭ്യാസവും എന്നുള്ള ഭരണഘടന അനുവദിച്ച് നൽകുന്ന അവകാശത്തിന് വേണ്ടി നിങ്ങൾ ശബ്ദം ഉയർത്തുമോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്.